സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പറയൂ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അസുഖമല്ല. മരുന്നുകൊണ്ട് ഇത് ഗുണപ്പെടുത്താനാവില്ല. ഞങ്ങളുടെ നാട്ടിലെ സ്വാമിയെ ഞാൻ വിളിച്ചോണ്ട് വരാം. അദ്ദേഹം വിചാരിച്ചാലും. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഇവൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞാൻ കൺഫ്യൂസ് ആയിരിക്കണം. നിങ്ങൾ എന്നെ കൺഫ്യൂസ് ചെയ്യില്ലേ? എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലെന്നോ? പിന്നെ ഈ സമയത്ത് എന്തിനാ മേഡം പുറത്തേക്ക് പോകുന്നത്? നിങ്ങളെ നോക്കി ആരാണെന്ന് ചോദിക്കണത്? അവരുടെ മുഖം തന്നെ മാറിയിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറയുന്നു വിചാരിക്കല്ലേ, നിങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരാണ്. പക്ഷെ എല്ലാത്തിനും മുകളിൽ ഈശ്വരൻ എന്നൊരാളുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടോ എനിക്കിത് ആ ആത്മാവ് ചെയ്യുന്നതാണെന്നാ തോന്നുന്നത്. ആ ആത്മാവ് ദിയാ മേഡത്തിന്റെ ദേഹത്തിൽ കൂടി പറ്റിയിട്ടുണ്ട് സാർ. അയ്യോ ധനപാലൻ, ഞാൻ അല്ലെങ്കിൽ ടെൻഷനിലാണ്. എന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ. ശരി, ഓക്കെ സാർ, ഞാൻ ഇറങ്ങാണ്. പിന്നൊരു കാര്യം സാർ, ഈ ഏലസ് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾക്കൊരു രക്ഷയ്ക്ക്. എന്നാൽ ഞാൻ വരട്ടെ സാർ. എന്നാ ആയിക്കോട്ടെ. ദിയ, 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 ദിയ. ദിയ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ? ഇല്ല ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ടൊന്ന് TV കാണാന്ന് വെച്ചതാ. ഉറക്കം വന്നില്ലെങ്കിൽ എന്നെ വിളിച്ചൂടായിരുന്നു. അതിനെന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? വാ, നമുക്ക് റൂമിലേക്ക് പോവാം. എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെയാ. വെറുതെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം മുതൽ എനിക്കും ഉറക്കം വരുന്നില്ല. അയ്യോ, എനിക്കൊന്നുമില്ല. എനിക്കൊക്കെ ശരിയായി. എനിക്കറിയാം. നല്ല കുട്ടിയെ പോലെ അഭിനയിക്കില്ലേ? ബാഡ് ബോയാ. എന്താ അങ്ങനെ പറയുന്നത്? എന്റെ അസുഖം മാറിയാ എന്നെ ഇട്ടിച്ചു പോവോ? ഞാൻ നിന്നെ വിട്ട് എവിടെയും ഒരിക്കലും പോവില്ല. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞേ. ശരി, ആരാണെന്ന് നോക്കിയിട്ട് ഞാൻ നിനക്ക് കോഫി ഇട്ടുകൊണ്ട് വരാം. അതുവരെ നീ റെസ്റ്റ് എടുക്ക. ഓക്കെ, ഗുഡ് ഗേൾ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഈ പുലർച്ചയ്ക്ക്? സാർ, ദിയാ മേഡത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. അല്ല, ഇയാളെന്താ ഇവിടെ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലെ മന്ത്രവാദിയാണ്. ഏത് പ്രേതത്തിനെയും അടിച്ചോടിക്കും. ധനപാലൻ, നിങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവും. അപകടം സംഭവിച്ചിട്ടുണ്ട്. അവൾ വന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവളുടെ ആത്മാവ് നിന്റെ ഭാര്യയെ വെറുതെ വിടില്ല. നീ അകത്തേക്ക് പോകരുത്. സാർ, ഒന്ന് നിൽക്ക് സാർ. ഇദ്ദേഹം പറയുന്നത് ഓം ഹീം ക്രീം വീരസൂരഭസ്മ. ജയ് മാ കാളി. ഓം ഹീം. അമ്മേ, നീ തന്നെ സഹായിക്കണം.
നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രക്തം കുടിക്കുന്നവനാണ്. നിന്റെ രക്തം ഞാൻ കുടിക്കും. സ്വാമി, മേഡത്തിന് ശരിയാകുമോ ആകത്തില്ലയോ? അവളുടെ അടുത്തുള്ളത് സാധാരണ തീയശക്തിയല്ല, മന്ത്രങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത തീയശക്തിയാണ്. ആ തീയശക്തികളെ നമുക്ക് അത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ ശക്തിയെ കൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ നല്ല സമയം ഞാൻ ജീവനോടെ പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ അതെന്നെയും ജീവനോടെ വിട്ടുവെക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മേഡത്തിന് ആരെ രക്ഷിക്കുക? അതെന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല കമ്പൗണ്ടർ സർ. എന്നെ കൊണ്ട് ആ തീയശക്തി കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ ചെയ്യാം, ഈ ഏലസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു മണ്ഡലം വ്രതമിരുന്ന അത് ചെയ്തത് നിങ്ങളുടെ ജീവനെ ഇത് രക്ഷിക്കും. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. ഭഗവാനെ നല്ലപോലെ വിശ്വസിക്ക. ജയ് മാ കാളി. ഹലോ രാജേഷ് സാർ, ഞാൻ ആകാശാണ് സംസാരിക്കുന്നത്. പറയൂ, നിങ്ങൾ ആകാശ്. ഉടനെ മണ്ണാർക്കാട്ടേക്ക് വരണം. ഞാൻ ഒരു വലിയ പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ സഹായിക്കണം സാർ. ഡോണ്ട് വറി, ഞാൻ അടുത്തന്നെ ഉള്ളത്. ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. പ്ലീസ് സാർ, ഒന്ന് വേഗം വരാൻ ട്രൈ ചെയ്യൂ സാർ. ഷുവർ. ഓ, വരൂ ആകാശ്, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ, എന്റെ വൈഫിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് എന്നെ അതെ പേടിപ്പിക്കുന്നു. സാർ. ഇതിൽ പേടിക്കാൻ ഒന്നുമില്ല ആകാശ്. നിങ്ങളുടെ വൈഫിനൊന്നും സംഭവിക്കില്ല. ഏതോ ശാന്തി കിട്ടാത്തൊരു ആത്മാവ് നിങ്ങളുടെ വൈഫിന്റെ ശരീരത്തിനകത്തുണ്ട്. അഹങ്കാരത്തോട് അതിനകത്തുണ്ട്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാർ, എന്താ സാർ നിങ്ങളും ആത്മാവ് പ്രേതം എന്നൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ശരീരത്തിൽ കുടിയിരിക്കുന്ന ആത്മാവ് എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനെന്താ വേണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ദിയയുടെ ശരീരത്തിൽ എന്തിനാ അത് അകത്തു വന്നു എന്ന് അറിയാൻ സാധിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. സാർ, അതിന് എന്റെ ഭാര്യ എങ്ങനെ? ഡോണ്ട് വറി, ഇന്ന് രാത്രി നമുക്ക് ആ സ്പിരിറ്റിനോട് സംസാരിക്കാം. അതിനുവേണ്ടിയുള്ള മെഴുകുതിരികൾ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. ഓക്കെ സാർ, ഞാൻ എല്ലാം റെഡിയാക്കാം. ദിയ, എന്ത് ചേട്ടാ? അവിടെ രാജേഷ് സാർ വന്നിട്ടുണ്ട്. എന്താ പെട്ടെന്ന്? എന്തോ ഒരു ജോലിയായിട്ട് വന്നതാ. അങ്ങനെ എവിടെയും വന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അദ്ദേഹം തെറ്റിദ്ധരിക്കോ? ചേ, അങ്ങനെ ഒന്നുമില്ല. നീ നന്നായി ഉറങ്ങായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. ശരി, വാ, ഇപ്പൊ നമുക്ക് പോയി കാണാം. മെല്ലെ. ആ, സൂക്ഷിച്ചേ.